ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയാലോ. കേക്കിൻ്റെ മിക്ക ഐറ്റംസും തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഓർഡർ കിട്ടി. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ ഫുഡ് കളറാണ് നോക്കിയത്. എനിക്കൊരു പിങ്ക് കളർ വേണമായിരുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പിങ്ക് ഉണ്ട്. എൻ്റെ കയ്യിലുള്ള പിങ്കിന് ഒരു മരുന്നിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണിത്. ഈ പിങ്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്സ്പയറി ഡേറ്റ് വല്ലതും കഴിഞ്ഞതായിരിക്കും. പക്ഷേ അല്ല, ഞാൻ ഇവിടെ വന്ന് എടുത്ത് നോക്കിയപ്പോഴും ആ സെയിം സ്മെല്ല് തന്നെ ഉണ്ട്. അപ്പം അതിന് എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ബോർഡും ബോക്സൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മിക്കപ്പോഴും കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത് ഹാഫ് KG കേക്കിനാണ് കേട്ടോ. അടുപ്പിച്ച് ഹാഫ് KG കേക്കിനാണ് ഓർഡേഴ്സ് കിട്ടാറ്. അപ്പോൾ ഞാൻ എപ്പം വന്നാലും ഹാഫ് KG കേക്കിൻ്റെ ബോർഡും ബോക്സും ഞാൻ അത്യാവശ്യം എടുക്കാറുണ്ട്. പിന്നെ വാനില എസൻസും ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതും എടുക്കുന്നുണ്ട്. പിന്നെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഉണ്ടെങ്കിലും ഞാനൊരു സേഫ്റ്റിക്ക് വീണ്ടും എടുത്ത് വെക്കുന്നുണ്ട്. എപ്പോൾ ചെന്നാലും ഞാൻ കയറി നോക്കുന്ന ഒരു ഐറ്റമാണ് ഈ ടോപ്പേഴ്സ്. പല പല വെറൈറ്റീസിലുള്ള ടോപ്പേഴ്സാണ് ഓരോ ടൈമിൽ ചെല്ലുമ്പോഴും കാണുന്നത്. ഈ ഒരു പാക്കറ്റാണ് ഞാൻ ഇത്തവണ വാങ്ങിയത്. പിന്നെ ടവൽസ് നോക്കിയായിരുന്നു, പക്ഷേ ഞാനിത് എടുത്തില്ല. പിന്നെ കണ്ടോ, ഇതേപോലെ കുറേ ടോപ്പേഴ്സോടെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഐറ്റംസൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ കേക്കിൻ്റെ ക്യാരി ബാഗ്, ഡ്രീം കേക്കിൻ്റെ ബോക്സ്, ജാറ് എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ അവിടെ പോയി ക്യാരി ബാഗും ഈ ഒരു ഫ്ലവറിൻ്റെ ബഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ താഴേക്ക് വന്നു. നമ്മൾ ബില്ലടിക്കാൻ പോവുകയാണ്. കേക്കിൻ്റെ ഏറ്റവും ഇസഡ് ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും ഗൈസ്. ഞാൻ മിക്കപ്പോഴും ഈ ഷോപ്പിൽ തന്നെയാണ് വരാറ്. കോളേജിൽ നിൽക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഓർഡേഴ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഈ ഷോപ്പിൽ വന്ന് സാധനം വാങ്ങിച്ചിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോകാറ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സർബത്ത് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർബത്തൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിലാണ് വന്നത്. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴാണ് പള്ളിമുക്കിലെ ബ്ലോക്ക് ഗൈസ്. അരമണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ആയിരുന്നു. പിന്നെ എങ്ങനെയോ ബ്ലോക്കൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. പിന്നെ കേക്കിൻ്റെ വർക്ക് തുടങ്ങി. പിറ്റേന്ന് വൈകിട്ട് നമുക്ക് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഇത് ഹാഫ് KGയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പം ഇതിൻ്റെ തന്നെ 3 കേക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിസ് ക്രോസ് മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് ഇതായിരുന്നു. കസ്റ്റമർ അയച്ചു തന്ന പിക്കിൽ നല്ല അത്യാവശ്യം ഡാർക്ക് കളേഴ്സ് ആയിരുന്നു. പിന്നെ ഞാനത് പറഞ്ഞ് കുറച്ചും കൂടെ ലൈറ്റ് ആക്കിയതാണ്. പിന്നെ ഒരു പിങ്ക് കളറായിരുന്നു. പിന്നെ ഒരു ബ്രൈറ്റ് റെഡ് കളറും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാനത് അത്യാവശ്യം നല്ലോണം ലൈറ്റ് ആക്കിയിട്ടുണ്ട്, മാക്സിമം ലൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു കളർ കോംബോ പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് കൂടാതെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഫില്ലിങ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ്സിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നില്ല, പകരം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെറി കട്ട് ചെയ്തും പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ചാച്ച.